വണ്ടി വളരെ പവർഫുള്ളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കൈ കൊടുത്താൽ തന്നെ ഇനീഷ്യൽ ടോർക്ക് ഭയങ്കരമാണ്. പവർ ഡെലിവറി ഒരു രക്ഷയില്ല കേട്ടോ. നല്ല പിക്കപ്പ് എന്ന് പറഞ്ഞാൽ ഭീകരമാണ് ഇതിൻ്റെ ബലിസ്റ്റിക് മോഡൽ. പവറിൻ്റെ കാര്യത്തിൽ ഇത് വളരെയധികം നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യും, ഒരു രക്ഷയില്ല. ഒരു ഇലക്ട്രിക് ബൈക്കിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാക്സിമം മൈലേജ് എത്രയാണ്? 100, 120, 150? സാധാരണഗതിയിൽ നമുക്ക് കിട്ടുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത് മാക്സിമം ഒക്കെ ഒരു 150ഒക്കെയാണ്. പക്ഷേ ഒരു 200 കിട്ടിയാൽ നിങ്ങൾ ആ വണ്ടി വാങ്ങിക്കുമോ? 250 ആണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുമോ? അങ്ങനെ റിയൽ വേൾഡ് കണ്ടീഷനിൽ ഒരു 250 അടുത്ത് നമുക്ക് ബാറ്ററി റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടിയോടൊപ്പമാണ് ഇന്ന് ഞാനുള്ളത്. മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള മാക്സിമം റേഞ്ച് ഇത്രയും കിട്ടുന്ന ഒരു കിടിലൻ വണ്ടിയോടൊപ്പമാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. ഇതാണ് അൾട്രാ വയലറ്റിൻ്റെ ഏറ്റവും പുതിയ ക്രോസ് ഓവർ ബൈക്ക് X47. ഈ ഒരു വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 2.74 lakhs ആണ് എക്സ് ഷോറൂം പ്രൈസ്. ആദ്യത്തെ 3000 സംതിങ് കസ്റ്റമേഴ്സിന് അവർ 2.49 lakhsനാണ് ഈ വണ്ടി സെല്ല് ചെയ്യുന്നത്. എന്തായിരുന്നാലും ഏകദേശം ഒരു 3 lakhs റേഞ്ചിൽ നമുക്ക് ഉള്ളിൽ ഒരു ഓൺ റോഡ് പ്രൈസിൽ നമുക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടി ഈ ഒരു പ്രൈസിന് വർത്താണോ ഇല്ല എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഓവർടേക്ക് അലർട്ട് ഇപ്പോൾ കാണാം റൈറ്റ് സൈഡിൽ. യെസ്, ഇനി ബ്ലൈൻഡ് സ്പോട്ടാണ്, സെൻട്രലിലൂടെ ഓടിക്കാം. നമുക്ക് ഡാഷ് ക്യാമിലും കാണാം, പിന്നെ മീറ്റർ കൺസോളിലും കാണാം. കണ്ടോ, പുള്ളി ലെഫ്റ്റ് റൈറ്റ് മാറുമ്പോൾ നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഈ ഒരു മിറേഴ്സിലും ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി റിയർ കൊളീഷൻ വാണിംഗ് ആണ്. നമുക്ക് വീണ്ടും സെൻറ്ററിലൂടെ പോകാം. അപ്പോൾ ഡാഷ് ക്യാമിൽ ഡയറക്റ്റ് കാണാം. സ്റ്റിൽ കണ്ടോ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, കണ്ടോ. ആദ്യം നമുക്ക് ഇതിൻ്റെ ക്വിക്കായിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 40 ഹോഴ്സ് പവറാണ്. 30 kWh ഒരു മോട്ടറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലാണ് നമുക്ക് മോട്ടർ കാണാം. ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 10.3 kW ആണ്. ഇതിന് ഒരു ബേസ് വേരിയൻ്റ് ഉണ്ട്, 7.1 kW ആണ് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിൻ്റെ IDC റേഞ്ച് എന്ന് പറയുന്നത് 323 കിലോമീറ്ററാണ്. അതായത് നമുക്ക് റിയൽ വേൾഡ് കണ്ടീഷനിൽ ഏകദേശം ഒരു 250 അടുത്ത് ബാറ്ററി റേഞ്ച് തരും. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന ഒരു ബൈക്കും കൂടിയാണ് അൾട്രാ വയലറ്റിൻ്റെ ഈ ഒരു വണ്ടി. പിന്നെ ഇതിൻ്റെ ടോർക്ക് ഫിഗർ എന്ന് പറയുന്നത് 610 Nm ആണ്. അത് റിയർ വീലിൽ നമുക്ക് കിട്ടും. ഇൻസ്റ്റൻറ്റ് ടോർക്ക് ഡെലിവറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി തന്നെ നമുക്ക് നല്ല ക്വിക്കായിട്ട് പോകാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ ടോർക്ക് ഫിഗർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ചെയിൻ ഡ്രൈവാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഡ്യുവൽ ചാനൽ ABS ഉണ്ട്. സ്വിച്ചബിൾ ആയിട്ടുള്ള ABS ആണ്. റിയർ വീല് നമുക്ക് ABS ഓഫ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു ഓൾ ടെറൈൻ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. MRFൻ്റെ റെഫ്സി എന്ന് പറയുന്ന ടയേഴ്സാണ്. കൂടാതെ 10 ലെവൽ റീജിയൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് 4 ലെവൽസ് ഉണ്ട്. നമ്മളുടെ ഇഷ്ടാനുസരണം അത് ചേഞ്ച് ചെയ്യാം. നമുക്ക് റൈഡിൽ നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് റഡാർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്ന ആദ്യമായിട്ട് നമ്മളുടെ ഇന്ത്യയിൽ അവൈലബിൾ ആകുന്ന ഒരു ബൈക്കും കൂടിയാണ്. അപ് ടു 8 lakhs കിലോമീറ്റർ വരെ ഇതിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ റോഡ്സിൽ ടെസ്റ്റ് ചെയ്തിട്ട് വേൾഡിൽ തന്നെ ആദ്യത്തെ 2 വീലറാണ് റഡാർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് അൾട്രാ വയലറ്റ് X47 ആണ്. അപ്പം അതിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും. 6th ജനറേഷൻ 77 MHz ഒരു മീഡിയം ടൈപ്പിലുള്ള റഡാർ സിസ്റ്റമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലും റിയറിലും ക്യാമറാസ് വരുന്നുണ്ട്, ഡാഷ് ക്യാം വരുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ആക്സസറീസ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഡെസേർട്ട് വിങ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ വെർഷനിൽ അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കൂടാതെ ഇതിനകത്ത് 120 ഡിഗ്രി വൈഡ് ആംഗിൾ ക്യാമറയും കൂടെയാണ് വരുന്നത്. സോ വളരെ യൂസ്ഫുള്ളാണ്. ഞാനത് ടെസ്റ്റ് ചെയ്തപ്പം നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഈ മിററിലും അതുപോലെ മീറ്റർ കൺസോളിലും നമുക്ക് വാർണിങ്സ് ലൈറ്റ് കാണാൻ പറ്റും. ഇപ്പോൾ റിയർ കൊളീഷൻ ആണെങ്കിലും ബ്ലൈൻഡ് സ്പോട്ട് ആണെങ്കിലും ലെയിൻ ചേഞ്ച് അസിസ്റ്റ് ആണെങ്കിലും പിന്നെ ഓവർടേക്ക് അലർട്ടും. ഇത്രയും കാര്യങ്ങൾ 4 കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ആക്സസബിൾ ആകും. അത് വളരെ യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഹൈവേയിൽ പോകുന്ന സമയത്ത് വളരെ യൂസ്ഫുള്ളാണ്. അത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. സേഫ്റ്റിയാണ് അൾട്രാ വയലറ്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു കാര്യത്തിൽ ഒരു ഇന്ത്യൻ മെയ്ഡ് ബൈക്ക് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി പ്ലസ് ഓവറോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള കൂടുതൽ റേഞ്ച് തരുന്ന ഒരു ബൈക്കാക്കി മാറ്റിയിട്ട് ആണ് ഈ ഒരു വണ്ടി X47 എന്ന് പറയുന്ന
ഈ ഒരു വണ്ടി ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് 3ഓളം കളർ വേരിയൻസ് അവൈലബിൾ ആണ്. ഈ കാണുന്ന റെഡ്, അതുപോലെ ഒരു ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. സ്പെഷ്യൽ എഡിഷനായിട്ട് നമ്മുടെ ഡെസേർട്ട് വിങ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് യെല്ലോ ടോണിലുള്ള ബൈക്കുണ്ട്. പിന്നെ നമുക്ക് ചാർജിങ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ചാർജറിൽ 5 hours നമുക്ക് 80% ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ 3 hours ഇതിൻ്റെ ബൂസ്റ്റ് ചാർജർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 60 minutes സൂപ്പർ നോവ ഉപയോഗിച്ചിട്ട് നമുക്ക് 80% ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ 4 മണിക്കൂറിൽ നമുക്ക് ഓൺ ബോർഡ് ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ 0 to 60 എന്ന് പറയുന്നത് 2.7 seconds നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. 0 to 100 എന്ന് പറയുന്നത് 8.1 seconds റീച്ച് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും ക്വിക്കായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള മോട്ടറാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 100 Nm ആണ് പീക്ക് ടോർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് റഡാർ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ വേരിയൻസിലും സ്റ്റാൻഡേർഡാണ്. ഡാഷ് ക്യാമാണ് ഓപ്ഷണലായിട്ടുള്ള ആക്സസറീസ് എന്ന് പറയുന്നത്. അപ്പം ഞാനത് ജസ്റ്റ് ഇരുന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് കാര്യങ്ങൾ 820 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. എനിക്ക് പ്ലാന്റഡ് ഫുട്ടാണ്, പക്ക പ്ലാന്റഡ് ഫുട്ടാണ്. നമുക്ക് ഇവിടെ ഒരു കുഴിഞ്ഞ് വരുന്നതുകൊണ്ട് നല്ല ചെത്തി വെച്ച പോലെയാണ് നമ്മുടെ ഒരു എന്താ പറയുക കാലിങ്ങനെ വെക്കുന്ന സമയത്ത് വളരെ കംഫർട്ടബിളാണ്. നമുക്കിവിടെ നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ ഒരു മൂവ് അറൗണ്ട് ചെയ്യാനുള്ള സ്പേസും സീറ്റിലുണ്ട്. റൈഡറിൻ്റെ സീറ്റിൽ ഇവിടെ ഒരു സപ്പോർട്ടും കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു സെമി റിയർ സെറ്റായിട്ടുള്ള ഫുഡ് പെഗ് പൊസിഷനാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പില്ലിയൻ സീറ്റിൻ്റെ കാര്യം. സീറ്റ് ഈ ഒരു സെൻട്രൽ പോർഷനിൽ നിന്ന് കുറച്ച് വൈഡായിട്ടാണ് വരുന്നത്. കുറച്ച് ഫ്ലാറ്റാണ്. അതുപോലെ പില്ലിയനെ കുറച്ചുകൂടെ പാഡിങ് കൊടുത്തിട്ടാണ് ഈ ഒരു സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പില്ലിയൻ സീറ്റ് സെറ്റപ്പും പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലും ഉണ്ട്. പിന്നെ നമുക്ക് ഒരു മീഡിയം സെറ്റപ്പിലുള്ള സസ്പെൻഷനും കൂടെ വരുമ്പം അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഓടിക്കാം. ഫ്രണ്ട് സസ്പെൻഷൻ കുറച്ചുകൂടെ സോഫ്റ്റർ സൈഡിലാണ് കമ്പയർ ടു റിയർ. അപ്പോൾ ഓവറോൾ എർഗണോമിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് നല്ല അപ്രൈറ്റ് ആണ്, റിലാക്സ്ഡ് ആണ്. വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കൈ വെച്ച് ഓടിക്കാൻ പറ്റും. വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. നമുക്ക് വിരിഞ്ഞിരുന്ന് തന്നെ സിമ്പിളായിട്ട് ഓടിച്ച് പോകാൻ പറ്റും. ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യാനായിട്ട് നല്ല സുഖമായിരിക്കും. കംഫർട്ടബിൾ ആയിട്ടുള്ള എർഗണോമിക്സ് ആണ് ഞാൻ നോക്കിയിട്ട്. പിന്നെ പോരാത്തതിന് ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് 200 mm വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹംസിലും ഗട്ടറിലൊക്കെ ചാടുമ്പോൾ അടി തട്ടും എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. വളരെ കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റും. ടെക്നിക്കലി ഇത് 820 mm നോർമൽ സീറ്റ് ഹൈറ്റിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നും. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 inch ആണ്. പക്ഷേ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് പ്ലാന്റഡായിട്ട് തന്നെ ഫുട്ട് നിലത്തെത്തുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഹൈറ്റ് ഉള്ളവർക്കും ഈസി ആയിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റും. ടോൾ ആയിട്ടുള്ളവർക്കും ഓടിക്കാൻ പറ്റും. പിന്നെ 208 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. നമുക്ക് വെറുതെ ഇങ്ങനെ എടുക്കുന്ന, അതായത് സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് നേരെ ആക്കുമ്പോഴോ അല്ലെങ്കിൽ മുന്നോട്ടോ പുറകോട്ടോ തള്ളുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആക്കാൻ വേണ്ടി അൾട്രാ വയലറ്റ് ഇതിൽ പാർക്ക് അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊരു നിശ്ചിത സ്പീഡിൽ മുന്നോട്ടും പുറകോട്ടും വണ്ടി മൂവ് ചെയ്യാൻ പറ്റും. റിവേഴ്സ് മോഡും ഉണ്ട്. അപ്പോൾ അത് വളരെ യൂസ് ആകുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്കിത് വണ്ടി വയ്ക്കുമ്പം നമുക്ക് ജസ്റ്റ് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് സ്പീഡിൽ മുന്നോട്ട് പോകാൻ പറ്റും, ലൈറ്റ് സ്പീഡിൽ പുറകോട്ടും പോകാൻ പറ്റും. അപ്പം പ്രത്യേകിച്ച് കയറ്റത്തിൽ നിൽക്കുന്ന സമയത്ത് വണ്ടി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാലുകൊണ്ട് തള്ളി പുറകോട്ട് എടുക്കണമെങ്കിൽ പാടാണ്. അപ്പോൾ റിവേഴ്സ് മോഡ് ആ സമയത്ത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഓൺ ബോർഡ് ചാർജറിൻ്റെ കേബിൾ. നമുക്ക് 16 amp പ്ലഗ്ഗാണ് വരുന്നത്. നോർമലായിട്ട് നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യാൻ പറ്റും. ചെറിയൊരു സോക്കറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഇതാ ഇവിടെ ഈ ഒരു പോർഷനിൽ കണക്ട് ചെയ്താൽ മാത്രം മതി. ഈ കാണുന്ന യെല്ലോ ഏരിയയിൽ ഇവിടെ നമുക്ക് ഈ കാണുന്ന ചാർജിങ് യൂണിറ്റിൻ്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഓൺ ബോർഡ് ചാർജിങ് യൂണിറ്റ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഈ ഒരു സീറ്റിൻ്റെ അടിയിലാണ്. നമുക്ക് ഇവിടെ ഒരു കൂളിംഗ് സിസ്റ്റവും കാണാൻ പറ്റും. ഇവിടെ ഫാനുണ്ട്. അപ്പം വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഓൺ ബോർഡ് ചാർജറാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വേറൊരു ടൈപ്പ് ഇതുപോലത്തെ ഒരു ഓൺ ബോർഡ് ചാർജർ കാണാൻ പറ്റില്ല. കോമ്പാക്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചാർജിങ് യൂണിറ്റ് അത് ഈ ഒരു വണ്ടിയിൽ തന്നെയാണ്. പിന്നെ നമുക്കിതിൻ്റെ സബ് ഫ്രെയിം കാണാം. കാസ്റ്റ് അലുമിനിയമാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സബ് ഫ്രെയിമാണ്. ഇവിടെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ടോപ്പ് സ്പീഡിലും നല്ല ടോപ്പ് ആൻഡ് സ്പീഡിലും നമുക്ക് നല്ല സ്റ്റേബിളാണ് വണ്ടി. സസ്പെൻഷൻ ആ ഒരു രീതിക്കാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ സ്ലോയിൽ പോകുന്ന സമയത്ത് ഫ്രണ്ട് സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റാണ്. റിയർ ഒരു മീഡിയം സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സോഫ്റ്റും അല്ല, ഒരുപാട് ഹാർഡും അല്ലാത്ത രീതിയിൽ. എന്നാൽ ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്ക് സ്റ്റേബിളായിട്ട് വണ്ടി നിർത്താൻ പറ്റുന്ന രീതിക്കുമാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോൺഫിഡൻസിന് ആ ഒരു പ്രശ്നം വരത്തില്ല.
അപ്പോൾ ഇതിൽ 3 റൈഡ് മോഡ്സാണ് ഉള്ളത്. ഗ്ലൈഡ്, കോമ്പാറ്റ്, ബലിസ്റ്റിക്. നമ്മുടെ F77 പോലെ തന്നെയാണ്. അപ്പോൾ ഗ്ലൈഡ് എന്ന് പറയുന്നത് വളരെ എനർജി എഫിഷ്യൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം മൈലേജ് കിട്ടുന്ന ഒരു മോഡാണ്. പവർ കുറച്ച് കുറവാണ്. കോമ്പാറ്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈഡ് മോഡാണ്. അത്യാവശ്യം പവറും അത്യാവശ്യം മൈലേജും കിട്ടുന്ന സെറ്റപ്പ്. ബലിസ്റ്റിക് എന്ന് പറയുന്നത് മോസ്റ്റ് പവർഫുൾ, അതുപോലെ മോസ്റ്റ് ടോർക്കിസ്റ്റ് ആയിട്ടുള്ള മോഡാണ്. അതിനകത്താണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പവർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം വളരെ ക്വിക്കാണ്, ഒരു രക്ഷയില്ലാത്ത ഭീകര ടോർക്ക് ഡെലിവറിയാണ്. 610 Nm ആണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത്. 30 kWh ഉള്ള ഒരു മോട്ടറാണ്. അതുപോലെ നമുക്ക് 40 HP ആണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അപ്പോൾ അത്രയ്ക്കും ക്വിക്കായിട്ടുള്ളതും പവർഫുള്ളായിട്ടുള്ളൊരു മെഷീൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ റൈഡ് മോഡ്സ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു അഡ്വഞ്ചർ ടൂറിങ് അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിൽ ഓടിക്കാം, ഹൈവേയിൽ ഓടിക്കാം, ഓഫ് റോഡിൽ ഓടിക്കാം, അങ്ങനത്തെ ഒരു സെറ്റപ്പിലായതുകൊണ്ട് നമുക്ക് കുറച്ച് ടോർക്ക്, ഇനിഷ്യൽ ടോർക്ക് കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ ടോർക്ക് കൊടുത്തിട്ടുണ്ട്. റിയർ വീലിൽ 610 Nm ശരിക്കും കിട്ടും. 0 to 100 എന്ന് പറയുന്നത് വളരെ ക്വിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 150 cc ഒരു 50-ൽ പോകണ ഫീലേ ഉള്ളൂ 100-ലേക്ക് എത്താനായിട്ട്. അപ്പോൾ അത്രയും ക്വിക്കായിട്ടാണ് വണ്ടി. സ്പീഡുണ്ടെന്ന് നമുക്ക് അറിയത്തേ ഇല്ല, കാരണം ഇതിന് എൻജിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്മൂത്താണ്, വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി സ്പീഡ് കയറി നമ്മൾ മീറ്റർ കൺസോളിൽ നോക്കുമ്പോൾ മാത്രമാണ് നമ്മൾ 100-ലാണെന്നൊക്കെ അറിയണേ. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള സ്മൂത്തായിട്ടുള്ള ഒരു ബൈക്കാണ്. നല്ല റിജിഡാണ് കേട്ടോ വണ്ടി. പിന്നെ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് നമുക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എന്താ പറയുക, 207 കിലോ ഉണ്ടെങ്കിലും നമുക്കിത് ഓടിക്കുന്ന സമയത്ത് ഇതാണ്ടേ അത്ര വലിയ എഫേർട്ടൊന്നും ഇടേണ്ടി വരുന്നില്ല. ഹൈവേയിലൊക്കെ വളരെ സിമ്പിളായിട്ട് കൊണ്ടു നടക്കാം. ഒരു നോർമൽ കമ്പ്യൂട്ടർ ബൈക്ക് ഓടിക്കുന്ന പോലെ തന്നെ ഓടിക്കാം. പിന്നെ ഈ മിറർ കുറച്ചൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ട് വേണം റൈഡ് ചെയ്യാനായിട്ട്. കാരണം ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കുറച്ച് ഒരുപാട് അങ്ങനെ ടിൽറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊന്ന് ബെറ്റർ ആക്കിയത് നന്നായിരുന്നു തോന്നി. പിന്നെ ഈ വിൻഷീൽഡൊക്കെ ഒരു മീഡിയം നമുക്കൊരു വിൻ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. വണ്ടിയുടെ ഒരു എയറോഡൈനാമിക് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിക്കാണ് ഇതിൻ്റെ ഒരു എയർ പാസ് ചെയ്ത് പോകുന്നത്. വണ്ടി വളരെ ക്വിക്കായിട്ട് നമുക്കൊരു എയർ ഡ്രാഗ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഇതിൻ്റെ ഒരു പവർ ഡെലിവറി എന്ന് പറയുന്നത് നമുക്ക് ഇനീഷ്യലി നല്ല ടോർക്ക് ഫീൽ ചെയ്യും. 0 ലെവലിൽ നിന്ന് തന്നെ നമുക്ക് വണ്ടി ജമ്പ് ചെയ്യും, അത്രയ്ക്കും ടോർക്കിയാണ്. ആ ഒരു 0 to 100 വരെയുള്ള റേഞ്ച് എന്ന് പറയുന്നത് വളരെ ക്വിക്കാണ്. മാക്സിമം ടോർക്ക് അവൈലബിൾ ആകുന്ന ഒരു ടൈം അതാണ്. അതിന് ശേഷം വരുന്ന ഒരു സ്പീഡ് എന്ന് പറയുന്നത് ആ ഒരു സ്പീഡിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പവറാണ് കൊടുക്കുന്നത്. 145 ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. 120, 130 ഒക്കെ വളരെ സിമ്പിളായിട്ട് റീച്ച് ആവും. പിന്നെ നമുക്ക് ഇതിനകത്ത് റേഞ്ച് കാണിക്കുന്നുണ്ട്, ഏത് മോഡാണെന്ന് കാണിക്കുന്നുണ്ട്, ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, ടൈം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ റീജൻ ബ്രേക്കിംഗ് 10 ലെവൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. റീജൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്കിംഗ് കേപ്പബിലിറ്റി വളരെ ബെറ്റർ ആകും. ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ത്രോട്ടിൽ വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റോപ്പ് ആവും. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് 4 ലെവലുണ്ട്. ഓഫ് മോഡുണ്ട്, T1, T2, T3. ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ റഡാർ, ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ ഓൾറെഡി ഞാൻ F77 ഡിസ്പ്ലേ അത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. TPMS കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നാവിഗേഷനും പിന്നെ ഡോക്യുമെൻ്റ്, ബ്ലൂടൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആണ്. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി പറയേണ്ടത്. കണ്ടോ, ഇന്ത്യയുടെ ഒരു ഫ്ലാഗിൻ്റെ സിംബലൈസേഷൻ കാണാൻ പറ്റും. ഇപ്പം ഞാൻ റീജൻ 10 ലെവൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടി വളരെ ക്വിക്കായിട്ട് സ്ലോ ആവും. കാണിച്ചു തരാം. കണ്ടോ, ഞാൻ ബ്രേക്ക് പിടിക്കുന്നില്ല, ഓട്ടോമാറ്റിക്കലി വണ്ടി സ്ലോ ആവും. നമ്മൾ ഹൈ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ഇത് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യാനും പറ്റും. ബ്രേക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ റീജനും കൂടെ ആക്റ്റീവ് ആകുമ്പം വണ്ടി പെട്ടെന്ന് തന്നെ സ്ലോ ആയിട്ട് ക്വിക്കായിട്ട് നിൽക്കും. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയുള്ള ഗട്ടറുകൾ ഓടിക്കുന്ന സമയത്തും ഹമ്പ് ചാടുന്ന സമയത്തുമൊക്കെ ഫ്രണ്ട് സസ്പെൻഷൻ കുറച്ച് സോഫ്റ്ററാണ്. റിയർ ഒരു പൊടിക്ക് എന്താ പറയുക, ഒരുപാട് ഹാർഡും അല്ല ഒരുപാട് സോഫ്റ്റ് അല്ലാത്ത രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഇത്രയും പെർഫോമൻസ് ഉള്ളൊരു ബൈക്കായതുകൊണ്ട് തന്നെ. പിന്നെ ഒരു കാര്യമുണ്ട്, F77 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് കുറേ കൂടെ സസ്പെൻഷൻ ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.
കാരണം ഓഫ് റോഡിനും കൂടെ വേണ്ടിയിട്ട് ബിൽറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഒരു ഹമ്പൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചാടിക്കാൻ പറ്റും. ഗ്രൗണ്ട് ക്ലിയറൻസ് 200 mm ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ സൂപ്പർബാണ്. അതൊക്കെ വളരെ നല്ല രീതിയിൽ അൾട്രാവയലറ്റ് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈവൻ ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സും മീറ്റർ കൺസോളും മറ്റ് പാർട്സുകൾ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അപ്പം അൾട്രാവയലറ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ മെയ്ഡ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആണെങ്കിൽ പോലും ഇൻ്റർനാഷണലി ലീഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ വണ്ടിക്കുണ്ട്. ആ ഒരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീമിൻ്റെ കോൺഫിഡൻസ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എത്രത്തോളം മികച്ച ഒരു പ്രൊഡക്റ്റാണ് ഇതെന്നുള്ളത്. ഫൈനലി ഇതിൻ്റെ ഒരു വേർഡിക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ മെഷീനാണിത്. അതുപോലെ മാക്സിമം റേഞ്ച് കിട്ടുന്ന ഒരു 250+ നമുക്ക് ഈസി ആയിട്ട് റിയൽ വേൾഡിൽ റേഞ്ച് കിട്ടുന്ന ഒരു ബൈക്കാണ്. മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബൈക്കാണ്. റഡാർ സിസ്റ്റത്തോട് കൂടിയിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ആദ്യത്തെ ബൈക്കാണ്. വേൾഡിലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ബൈക്കാണ്. അപ്പം റിലാക്സ്ഡ് ആയിട്ടുള്ള എർഗണോമിക്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും റേഞ്ച് തരുന്ന ഇത്രയും പെർഫോമൻസ് തരുന്ന വേറൊരു വണ്ടിയില്ല. തീർച്ചയായിട്ടും ഇത് വേർത്താണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോ വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ.